രോഗികൾക്ക് തിരിച്ചടിയായി ബോബി ചെമ്മണ്ണൂരിന് എതിരെയുള്ള ക്രിമിനൽ കേസും അറസ്റ്റും. ഹണിറോസ് തുടക്കമിട്ടിരിക്കുന്നത് ഒരു വിപ്ലവകരമായ മാറ്റത്തിന്. ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരനെ പറ്റി വ്യാജ വാർത്തകളുടെ പേരിൽ പോലീസ് കേസിൽപ്പെട്ട ഷാജൻ സ്കറിയ ആഞ്ഞടിച്ചപ്പോഴും ഒരു പരിധിവരെ ഞങ്ങളും നിശബ്ദത പാലിച്ചു. കാരണം അതിൽ മറുനാടൻ ബോബി ചെമ്മണ്ണൂരുമായുള്ള വ്യക്തിവിരോധം തീർക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി പരസ്യത്തിനായി പണം മുടക്കാതെ തന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുവാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ശ്രമം സമീപകാലത്ത് സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഞരമ്പ് രോഗികളുടെ പിന്തുണ തേടുകയാണ് ബോബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് ഒരു ചായക്കടയിൽ കയറി ചെന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായമുള്ള ചായക്കടക്കാരനോട് ചേട്ടന്റെ പഴംപൊരി വളഞ്ഞതാണല്ലേ എന്ന് പറഞ്ഞ് കയ്യടി നേടാൻ ഇയാൾ ശ്രമിച്ചു. എന്നാൽ അതിന് ചുട്ട മറുപടി നൽകിയ ചായക്കടക്കാരൻ ചേട്ടനാണ് ആ വീഡിയോയിൽ ഹീറോയായത്. പക്ഷേ ആ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് റെക്കോർഡ് റീച്ചാണ്. പിന്നീട് ഒരു സാഹചര്യത്തിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ബൈക്കിന്റെ പിന്നിലിരുത്തിയ ശേഷം ഇപ്പോൾ ഞങ്ങൾ 2 പേരാണ്, തിരിച്ചു വരുമ്പോൾ 3 പേരാകുമെന്ന് പറയുന്നതും കാണാനിടയായി. ഹണി റോസിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹണിയെ കാണുമ്പോൾ മഹാഭാരതത്തിലെ കുന്തി ദേവിയെയാണ് തനിക്ക് ഓർമ്മ വരുന്നതെന്ന് അശ്ലീല ചുവയോടെ സംസാരിക്കുന്ന ബോച്ചയുടെ റീലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ റീലുകൾക്കൊക്കെ ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുപോലെയുള്ള റീച്ച് തന്നെയാകും ഹണി റോസിനെ പല ചടങ്ങുകളിലും വെച്ച് ബോഡി ഷേമിംഗ് നടത്തി അപമാനിക്കാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് വേണം കരുതാൻ. വയനാട്ടിലെ ബോച്ചയുടെ റിസോർട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാണിച്ച തന്റെ ഇടം അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിലും പോലീസും സർക്കാരും കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാക്ഷര കേരളം.